നാം ഈ പ്രോഗ്രാം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ താങ്കൾ എനിക്ക് ഇങ്ങനെ ഒരു ലീഫ്ലെറ്റ് തന്നു, തമ്പിയുടെ ഹൃദയം. ഇതെന്താണ് ഇങ്ങനെ ഹൃദയത്തെ ഊന്നിക്കൊണ്ടുള്ള ഈ ലീഫ്ലെറ്റിൻ്റെ പിന്നിൽ എന്താ ഉദ്ദേശിക്കുന്നത്? ഞാൻ എവിടെ യാത്ര ചെയ്യുന്നാലും, വിമാനത്തിലാണെങ്കിലും ട്രെയിനിലാണെങ്കിലും എവിടെ പോയാലും സാധാരണ എൻ്റെ കയ്യിൽ ഇതുപോലുള്ള ചെറിയ കഥപുസ്തകങ്ങളുണ്ട്. തമ്പിയുടെ ഹൃദയം മനുഷ്യൻ്റെ പ്രശ്നങ്ങളുടെ കാരണം ബാഹ്യമല്ല, രാഷ്ട്രീയമോ ഭൗതികമോ ഒന്നുമല്ല, പിന്നെ അവൻ്റെ ഹൃദയത്തിൻ്റെ അവസ്ഥയാണ്. അന്നേരം ഈ കഥാരൂപത്തിൽ ഇത് പറഞ്ഞ് മനസ്സിലാക്കുക, അതിലൂടെ ഒരു സൗഖ്യത്തിൻ്റെ അല്ലെങ്കിൽ യഥാർത്ഥ പരിഹാരം കണ്ടെത്തുന്ന മാർഗം പറഞ്ഞു കൊടുക്കുക. ഇപ്പം എൻ്റെ ജീവിതത്തിൻ്റെ ഒരു ശൈലിയാണ്, സെക്കൻഡ് നേച്ചർ വിത്ത് മൈ ലൈഫ്. അതാണ് ആ കൊച്ചു കഥപുസ്തകത്തിൻ്റെ ഉള്ളടക്കം. മനുഷ്യരെ എങ്ങനെ നന്നാക്കിയെടുക്കാൻ കഴിയുമെന്നാണ് താങ്കൾ ഉദ്ദേശിക്കുന്നത്? എങ്ങനെയാണ് മനുഷ്യൻ നന്നാവേണ്ടത്? അവൻ ആരായിത്തീരണം? അങ്ങനെയൊക്കെയുള്ള ഒരു ആശയമുണ്ടോ ഉള്ളിൽ? ഒന്നാം ലോകമഹായുദ്ധം അവസാനിച്ചപ്പോൾ ലോകമെമ്പാടും ചിന്തകർ പറഞ്ഞു, ഇനിയും ഇങ്ങനെ യുദ്ധം ഉണ്ടാകത്തില്ല, വി ലേൺ ഫ്രം ഇറ്റ്. അതുകൊണ്ട് മനുഷ്യൻ ബേസിക്കലി നല്ലവരാണ്. വിദ്യാഭ്യാസവും അറിവും കൊടുത്ത് നടത്തിയാൽ ഇനിയും ഇങ്ങനെ കൂട്ടക്കൊലയും പ്രശ്നം ഉണ്ടാകത്തില്ല എന്ന് പറഞ്ഞ് ഒരു വലിയ അറിവിൻ്റെ ഒരു കുതിച്ചുകയറ്റം ഉണ്ടായി ലോകമെമ്പാടും. എന്നാൽ ചരിത്രം തെളിയിക്കുന്നത് മനുഷ്യൻ്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം അവൻ അറിവല്ല, പിന്നെയോ അവൻ്റെ ഹൃദയത്തിൻ്റെ വ്യത്യാസം ഉണ്ടാകുന്നുള്ളതാണ്. ഉദാഹരണം പറഞ്ഞാൽ പ്ലാസ്റ്റിക് കൊണ്ട് ബോംബ് ഉണ്ടാക്കാം, ദാഹിച്ചു വലയുന്ന മനുഷ്യന് കുളിക്കാൻ കുടിക്കാൻ വെള്ളവും കോരാം. വ്യത്യാസം ഇത് എങ്ങനെ വീക്ഷിക്കുന്നു, എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നു ഈ മനുഷ്യൻ്റെ ചിന്ത എന്നുള്ളതാണ്. അതുകൊണ്ട് എൻ്റെ കാഴ്ചപ്പാട്, കൺവിക്ഷൻ, യേശുക്രിസ്തു പറഞ്ഞതാണ്, മനുഷ്യൻ്റെ ഉള്ളിലോട്ട് പോകുന്ന കാര്യങ്ങളല്ല അവനെ മോശമാക്കുന്നത്, അവനെ ക്രൂരനും കൊലപാതകനും ചതിയനും വഞ്ചകനും ആക്കി മാറ്റുന്നത്, പിന്നെയോ അവൻ്റെ ഹൃദയത്തിൽ നിന്ന് പുറത്തു വരുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് ഹൃദയത്തിൻ്റെ വ്യത്യാസം അത് ദൈവം തമ്പുരാൻ ചെയ്യാനൊക്കത്തുള്ളൂ. അത് എൻ്റെ പേഴ്സണൽ കൺവിക്ഷനാണ്. ഈ കഴിഞ്ഞ 10-20 വർഷമായിട്ട് ലക്ഷക്കണക്കിന് ആളുകളുടെ ജീവിതം വ്യത്യാസപ്പെടുന്നത് കണ്ടു കഴിഞ്ഞു. താങ്കൾ ഈ നിലയിലേക്ക് എത്താൻ, ഈ കാഴ്ചപ്പാട് സ്വരൂപിക്കാൻ എത്ര കാലം വേണ്ടി വന്നു? ഏതൊക്കെ അനുഭവങ്ങളിലൂടെ കടന്നുപോയി? എന്തുകൊണ്ടാണ് ഈ കൺവിക്ഷനിൽ എത്തിച്ചേർന്നത്? എൻ്റെ ചെറുപ്പകാലത്ത് ഞാൻ VBS പഠിക്കാനായിട്ട് എൻ്റെ അമ്മ എന്നെ പറഞ്ഞയച്ചു പള്ളിയിൽ. അങ്ങനെ ആ ചെറുപ്രായത്തിൽ 6, 7, 8 വയസ്സുള്ള പ്രായത്തിലാണ് ആദ്യമായിട്ട് എൻ്റെ ചെറിയ ഹൃദയത്തിൽ എനിക്ക് മനസ്സിലാക്കാൻ തുടങ്ങിയത്, യേശുക്രിസ്തുവിന് എൻ്റെ ഹൃദയം ഏൽപ്പിച്ചു കൊടുത്താൽ ഒരു പുതിയ ഹൃദയം എനിക്ക് ലഭിക്കും. അതൊരു ആത്മീയ ഭാഷയിൽ പറയുന്നെന്നാൽ പ്രായമായപ്പോൾ എനിക്ക് ബോധ്യമായി ജീവിതത്തിൻ്റെ യഥാർത്ഥ മൂല്യം എന്നത് ദൈവമായിട്ടുള്ള ബന്ധമാണ്. അങ്ങനെ ഞാൻ ഹൈസ്കൂളിൽ പഠിക്കുമ്പോൾ എല്ലാ വെള്ളിയാഴ്ചയും ഞങ്ങൾ കുറച്ച് കൂട്ടുകാർ ചേർന്ന് ഒന്നിച്ച് 1 മണിക്കൂർ ബൈബിൾ പഠിക്കാനും പ്രാർത്ഥിക്കാനുമായിട്ട് ഞാൻ പഠിച്ച തലവടി സ്കൂള് ഇവിടുന്ന് ഞങ്ങളുടെ വീടിൻ്റെ അവിടെ നിന്ന് ഒരു 4-5 കിലോമീറ്റർ ദൂരമുള്ള സ്ഥലമാണ്. ഉച്ചയ്ക്ക് മറ്റു പിള്ളേരെല്ലാം അതും കാണിക്കുമ്പോൾ ഞങ്ങൾ 10-12 പേര് കൂടി ആ തോടിനക്കരെ ഒരു പ്രായമുള്ള നീണ്ട താടിയുള്ള അപ്പച്ചനുണ്ട്, അവിടെ പോയിരുന്ന് ബൈബിൾ പഠിക്കുമായിരുന്നു. ആ വർഷങ്ങൾ എൻ്റെ ജീവിതത്തിലെ അങ്ങനെയുള്ള അറിവുകൾ ദൃഢപ്പെടുത്തി. ഇറ്റ് കൺഫേംഡ് ഇറ്റ്. പിന്നെ വടക്കേ ഇന്ത്യയിൽ പോയി ചെലവഴിച്ച വർഷങ്ങൾ ഏതെല്ലാം സംസ്കാരങ്ങൾ രാജ്യങ്ങളിൽ ഭാഷകളുടെ ഇടയ്ക്ക് ഞാൻ പോയിട്ടുണ്ട്, അവിടെ എല്ലാം ഒരു കാര്യം ഞാൻ മനസ്സിലാക്കി, മനുഷ്യൻ്റെ ഹൃദയത്തിൻ്റെ അവസ്ഥ എല്ലായിടത്തും ഒന്ന് തന്നെയാണ്. ഈ തമ്പിയുടെ ഹൃദയം എന്ന് പറഞ്ഞ പോലെ ഇറ്റ് വാസ് എ ഗ്രോയിങ് പ്രോസസ്സ്, അല്ലാതെ ഒരു ദിവസം ഉണ്ടായതല്ല. താങ്കളുടെ ഹൃദയത്തിൻ്റെ അവസ്ഥ എന്താണ് ഇപ്പോൾ ഈ കാലഘട്ടത്തിൽ? താങ്കളുടെ ഹൃദയത്തെ അലോസരപ്പെടുത്തുന്ന സാമൂഹ്യ പ്രശ്നങ്ങൾ എന്താണ്? വ്യക്തിപരമായി എന്നെ വേദനിപ്പിക്കുന്ന കാര്യങ്ങൾ എന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ പ്രയാസപ്പെടുത്തുന്നത്, എല്ലാ മനുഷ്യരുടെയും DNA ഡിഫറെൻ്റ് ആണല്ലോ. എന്നെ സംബന്ധിച്ച് ഇപ്പം നിങ്ങൾക്ക്
സംഭവിക്കുന്ന ഒരു മുറിവ്, ഒരു വേദന പെട്ടെന്ന് എന്നെ ഇമോഷണലായിട്ട് ബാധിക്കും. ഞാൻ വടക്കേ ഇന്ത്യയിൽ ജീവിച്ചതായ വർഷങ്ങളിൽ ഇന്ന് ഓർക്കുന്നുണ്ട്. ബീഹാറിൽ ചെലവഴിച്ചതായ 6 മാസക്കാലം ഗ്രാമങ്ങളിൽ അവിടെ കഷ്ടപ്പെടുന്ന ജനത്തിൻ്റെ വേദന, സ്കൂളിൽ പഠിക്കാൻ നിവൃത്തിയില്ലാത്ത കുഞ്ഞുങ്ങൾ, ജന്മികൾക്ക് വേണ്ടി ജീവനെ എഴുതി കൊടുത്ത കുടുംബങ്ങൾ, അവരുടെ ദുഃഖങ്ങൾ, ഒറ്റയ്ക്ക് ഞാൻ കരഞ്ഞ സന്ദർഭം ഒത്തിരി ഉണ്ടായിട്ടുണ്ട്. ഇന്ന് പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിൽ 100% സാക്ഷരത കൈവരിച്ച ഈ കേരളത്തിൽ കാണുന്നതായ മനുഷ്യൻ്റെ പ്രവർത്തനങ്ങൾ, സ്വസ്ഥതയില്ലായ്മ, ഏറ്റവും കൂടുതൽ ആത്മഹത്യ ഇന്ത്യയിൽ നടക്കുന്ന കേരളത്തിലാണ്. ഒരു വർഷം എനിക്ക് ലഭിക്കുന്നതായ 1.5 ലക്ഷം എഴുത്തുകളുണ്ട്. ആത്മയാത്ര എന്ന റേഡിയോ പ്രക്ഷേപണത്തിൽ കൂടെ മനുഷ്യനിക്ക് എഴുതുന്ന എഴുത്തുകൾ, അത് വായിച്ചാലും കരഞ്ഞു പോയിരുന്നു. സോ മറ്റുള്ളവരുടെ നിസ്സഹായത, എന്ത് ചെയ്യണമെന്നറിയാതെ വിഷമിക്കുന്നതായ ആളുകൾ ഒരു ദിവസം 25 കത്ത് ആവറേജ് എൻ്റെ കിട്ടും. ഈ 700-800 എഴുത്ത് ദിവസം കൈകെട്ടിയാൽ അത് ഒരു 25 കത്തുകൾ പറയുന്നത്, ദേവദാസ അങ്കിളെ, ഞാൻ ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അങ്ങയുടെ മറുപടി ലഭിച്ചിട്ട് ഞാൻ എന്നെ തന്നെ കൊല്ലത്തുള്ളൂ. അവരുടെ വേദനകൾ അതൊരു വലിയ ഒരു ചരിത്രം തന്നെയാണ്. സോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ആഴമായി എന്നെ സ്പർശിക്കുന്നു. അതിൻ്റെ പരിഹാരം എന്താണ് അത് പറഞ്ഞു കൊടുക്കുക, ഇതാണ് എൻ്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യം.